നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. ആടുജീവിതം എന്ന പുസ്തകത്തിൽ ബെന്യാമിൻ എഴുതിയ വരികളാണത്. അതൊരു സത്യമാണ്. നമുക്ക് യാഥാർത്ഥ്യം എന്ന് തോന്നാത്ത, നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത വിഷയങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാത്തിനു പിന്നിലും ഒരു നിയമമുണ്ട് എന്നാണ്. ആ നിയമത്തെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വസ്തു മുകളിൽ നിന്നും വീണാൽ അത് താഴെ എത്തുമെന്നത് അങ്ങനെ ഒരു നിയമം കാരണമാണ്. അതിന് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്നു. ഇതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ അത്തരം നിയമങ്ങളിൽ പെടാതെ പലതും സംഭവിക്കാറുണ്ട്. അത്തരം സംഭവങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്താറുമുണ്ട്. അവയ്ക്ക് പിന്നിലെ നിയമം അന്വേഷിച്ചുള്ള യാത്രയ്ക്കാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്ക് പിന്നിലും അങ്ങനൊരു നിയമമില്ലെങ്കിൽ, കോടിക്കണക്കിന് സാധ്യതകളിൽ ഒരു സാധ്യത മാത്രമാണ് നമ്മൾ കാണുന്നത് എങ്കിലും അറിയാം പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണിത്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അതേ ചോദ്യത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ ചോദ്യത്തിന് വ്യത്യസ്തമായൊരു അർത്ഥമാണുള്ളത്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ, അതോ നമ്മെ പോലെ കോടിക്കണക്കിന് പേർ നമുക്ക് ചുറ്റുമുണ്ടോ? പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്ക് തന്നെ കാരണമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബിഗ് ബാങ് അനേകായിരം പ്രപഞ്ചങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും മറ്റുള്ള പ്രപഞ്ചങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഞാൻ മറ്റെല്ലാ പ്രപഞ്ചങ്ങളിലും ജീവിക്കുന്നുണ്ട് എന്ന്. പക്ഷേ അവയെല്ലാം ഒന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്നാണ് സങ്കല്പം. നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളുടെയും കോടിക്കണക്കിന് വേർഷൻസ് നമുക്ക് പാരലലായി തന്നെ ജീവിക്കുന്നു എന്ന സങ്കല്പമാണ് പാരലൽ യൂണിവേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന ഞാൻ മറ്റ് പല പ്രപഞ്ചങ്ങളിലും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാവും എന്ന സങ്കല്പം. അതായത് ഭൂമിയിൽ എനിക്കൊരു അപകടം സംഭവിച്ചാൽ മറ്റുള്ള യൂണിവേഴ്സുകളിലെല്ലാം എനിക്ക് അപകടം സംഭവിക്കും. ഇവിടെ എൻ്റെ കൈയാണ് ഒടിയുന്നത് എങ്കിൽ മറ്റൊരു യൂണിവേഴ്സിൽ ചിലപ്പോൾ എൻ്റെ കാലായിരിക്കും ഒടിയുന്നുണ്ടാവുക. മറ്റൊരു യൂണിവേഴ്സിൽ ഞാൻ മരിച്ചു തന്നെ പോയേക്കാം. കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ കേൾക്കുന്നത് പോലെ തോന്നുന്നുണ്ടാവും അല്ലെ? എന്നാൽ ശാസ്ത്രം പല തിയറികൾ ഉപയോഗിച്ച് ഇതിന്റെ സാധ്യത വിശദീകരിക്കുന്നുണ്ട്. 1920 വെർണർ ഹൈസൻബർഗ്, എർവിൻ ഷ്രോഡിംഗർ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ ക്വാണ്ടം യൂണിവേഴ്സിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. അതിലൂടെ അവർ പറയുന്നത് ക്വാണ്ടം പാർട്ടിക്കിൾസിൽ കണ്ടുവരുന്ന വ്യത്യസ്തങ്ങളായ സ്വഭാവത്തെക്കുറിച്ചാണ്. ഈ വിശദീകരണത്തെ പിന്നീട് അറിയപ്പെട്ടത് കോപ്പൻഹഗൻ ഇന്റർപ്രിട്ടേഷൻ എന്നാണ്. കോപ്പൻഹഗൻ ഇന്റർപ്രിട്ടേഷൻ എന്നാൽ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിൽ ഒന്നിൽ കൂടുതൽ വ്യത്യസ്ത ഭാവങ്ങളുടെ കൂടിച്ചേരലുണ്ട് എന്ന വിശദീകരണമാണ്. അതായത് ഒരു സമയത്ത് നിരീക്ഷിക്കപ്പെടുന്ന ക്വാണ്ടം പാർട്ടിക്കിൾസ് ഒരേ സമയം പല ഭാവങ്ങളോടെയാണ് കാണപ്പെടുന്നത്. അതായത് സാധ്യതയുള്ള എല്ലാ രൂപത്തിലും ഭാവത്തിലും അവയെ ഒരേ സമയത്തിൽ കാണാൻ സാധിക്കുന്നു എന്ന്. ഒരേ സമയത്ത് അങ്ങനെ എല്ലാ സാധ്യതയിലും നിലനിൽക്കാൻ സാധിക്കുന്നു എന്ന അവസ്ഥയെയാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. മനസ്സിലാക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടാണ്. ഷ്രോഡിംഗേഴ്സ് കാറ്റ് എക്സ്പെരിമെന്റ്. പലരും വിശദീകരിച്ചിട്ടുള്ള ഈ ഒരു ചിന്ത
പാരലൽ യൂണിവേഴ്സിന്റെ സാധ്യതകളെ വിശദീകരിക്കുന്നു. ഷ്രോഡിംഗറിന്റെ പൂച്ച ഒരു പെട്ടിക്കുള്ളിലാണ്. ആ പെട്ടിക്കുള്ളിൽ ഒരു ഫ്ലാസ്കിൽ വിഷവാതകവുമുണ്ട്. പെട്ടിക്കുള്ളിലെ റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ് ശോഷിച്ചു തുടങ്ങിയാൽ ഈ ഫ്ലാസ്ക് പൊട്ടിത്തെറിക്കുകയും അതിനുള്ളിലെ വിഷവാതകം പുറത്തേക്ക് വരികയും അത് പെട്ടിക്കുള്ളിലെ പൂച്ചയുടെ മരണകാരണമാവുകയും ചെയ്യും. പക്ഷേ റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ് എപ്പോൾ ശോഷിക്കുമെന്നത് ആർക്കും വ്യക്തമായി പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് പെട്ടിക്കുള്ളിൽ പൂച്ച ജീവനോടെയുണ്ടോ മരണപ്പെട്ടോ എന്ന് പറയുക അസാധ്യമാണ്. അപ്പോൾ പൂച്ച ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ സൂപ്പർ പൊസിഷനിലാണ്. അതായത് 2 സാധ്യതകളാണുള്ളത്. 1, പൂച്ച ജീവനോടെ ഉണ്ടാകാം. 2, പൂച്ച മരിച്ചിരിക്കാം. ഈ 2 സാധ്യതകളും കൂടി ചേരുമ്പോഴാണ് അവിടെ സൂപ്പർ പൊസിഷൻ സംഭവിക്കുന്നത്. അത് അവസാനിക്കുന്നത് പെട്ടി തുറന്നു നോക്കുമ്പോൾ മാത്രമാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അതിൻ്റെ വ്യത്യസ്തങ്ങളായ സാധ്യതകളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന്. ഉദാഹരണത്തിന് 6 ഭാഗങ്ങളുള്ള ഒരു ഡയസ് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴെ വീഴുന്ന നിമിഷം വരെ അത് 6 സാധ്യതകളുള്ള ഒരു സൂപ്പർ പൊസിഷനിലാണ് നിൽക്കുന്നത്. അത് താഴെ വീഴുന്നത് 6 വ്യത്യസ്തങ്ങളായ പ്രപഞ്ചങ്ങളിൽ 6 ഭാഗങ്ങളായിട്ടായിരിക്കും. അതായത് ഓരോ വസ്തുവിനും എത്ര സാധ്യതയുണ്ടോ അത്രയും പ്രപഞ്ചങ്ങളായി അത് വിഭജിക്കുന്നു എന്ന്. ഇങ്ങനെ കോടിക്കണക്കിന് പ്രപഞ്ചങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം കോടിക്കണക്കിന് നമ്മളും ഉണ്ടാവില്ലേ? പലരും വിശ്വസിക്കുന്നത് നമ്മൾ ഇടയ്ക്ക് അനുഭവിക്കുന്ന ദെജാവു പോലുള്ള അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള പാരലൽ യൂണിവേഴ്സിൽ നമ്മൾ കണ്ടുമറന്ന ചില ഓർമ്മകളായിരിക്കാം എന്നാണ്. സ്വപ്നങ്ങളും അങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നവരുമുണ്ട്. കേൾക്കുമ്പോൾ അസംബന്ധമായി തോന്നുന്നുണ്ടാവും അല്ലെ? എന്നാൽ പാരലൽ യൂണിവേഴ്സ് നേരിട്ട് അനുഭവിച്ച ചിലരുണ്ട്. അത്തരം ചില അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 2008 ജൂലൈ 16 ലൊറീന ഗാർസിയ ഗോഡോ എന്ന പേരിൽ ഒരു ഓൺലൈൻ ഫോറത്തിൽ ഒരു ലിങ്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നെ സഹായിക്കണമെന്ന പേരിലായിരുന്നു ആ ലിങ്ക് പ്രത്യക്ഷപ്പെട്ടത്. അതിലൂടെ ചെന്നാൽ കാണാൻ സാധിച്ചത് ഒരു ബ്ലോഗായിരുന്നു. 41 വയസ്സുള്ള ഒരു സ്പാനിഷ് യുവതി അവരുടെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ആ ബ്ലോഗ് എഴുതിയിരിക്കുന്നത്. അവരൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു ദിവസം അവർ അനുഭവിച്ച ചില അപരിചിതമായ അനുഭവങ്ങളാണ് ആ ബ്ലോഗിൽ എഴുതിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവർക്കുണ്ടായ ചില വ്യത്യസ്തങ്ങളായ അനുഭവം. തലേന്ന് രാത്രി അവർ പുതച്ച പുതപ്പായിരുന്നില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ കണ്ടത്. വസ്ത്രങ്ങളിലും മാറ്റം സംഭവിച്ചിരുന്നു, തികച്ചും അപരിചിതം. അല്പനേരം കഴിഞ്ഞ് അവർ അവരുടെ ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. തലേന്ന് നിർത്തിയിട്ട സ്ഥലത്ത് തന്നെയായിരുന്നു കാറുണ്ടായിരുന്നത്. ഓഫീസിലേക്ക് കയറിയപ്പോഴും ചില പ്രശ്നങ്ങൾ അവർ നേരിട്ടു. അപരിചിതരായ ചിലർ അവരെ നോക്കി വിഷ് ചെയ്തതായി അവർ പറയുന്നു. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന അവർ കാലങ്ങളോളം പരിചയമുള്ളവരോട് എന്ന പോലെ തന്നോട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. തന്റെ ക്യാബിനിലേക്ക് ചെന്ന ലൊറീനയ്ക്ക് കാണാൻ സാധിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു ടേബിളായിരുന്നു. അവിടെ തന്റെ പേരും അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അവരാദ്യം വിചാരിച്ചത് തനിക്ക് തന്റെ ജോലി നഷ്ടമായി എന്നായിരുന്നു. കമ്പനി ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ നെറ്റ്വർക്ക് പാസ്വേഡും വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഓഫീസിലുള്ളവർ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ 20 വർഷമായി ലൊറീന ഉപയോഗിച്ചത് അതേ ക്യാബിനും അതേ പാസ്വേഡും തന്നെയായിരുന്നു. അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന്. അവർ നേരെ പോയത് ഒരു ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. മനഃപൂർവ്വമല്ലാതെ വല്ല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചതാവാം എന്നായിരുന്നു ഡോക്ടറുടെ നിഗമനം. എന്നാൽ അവരുടെ രക്തത്തിൽ അങ്ങനൊന്നിന്റെ തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല. ഇത് അമ്നേഷ്യ പോലെ എന്തെങ്കിലും അവസ്ഥയാണോ എന്ന അവരുടെ ചോദ്യത്തിന് ഡോക്ടർക്ക് വ്യക്തമായ ഉത്തരങ്ങളുമില്ലായിരുന്നു. കഴിഞ്ഞ 4 മാസമായി ലൊറീന തന്റെ അയൽവാസിയായ അഗസ്റ്റിൻ എന്ന വ്യക്തിയുമായി അടുപ്പത്തിലായിരുന്നു. അയാൾക്കൊരു മകനുമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ലൊറീനയ്ക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നില്ല. ഒരു ഡിറ്റക്റ്റീവിന്റെ സഹായത്തോടുകൂടി അഗസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നുവെങ്കിലും അങ്ങനെ ഒരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലും ലഭിച്ചിരുന്നില്ല. തന്റെ സഹോദരിക്ക് കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ഒരു സർജറി നടന്നിരുന്നു എന്ന വിഷയത്തെക്കുറിച്ച് അവർ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സർജറിയെക്കുറിച്ച് അവർ ആദ്യമായി കേൾക്കുന്നത് പോലെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച പ്രധാന സംഭവങ്ങളെക്കുറിച്ച് ലൊറീന ഇന്റർനെറ്റിൽ അന്വേഷിച്ചു. അവയെല്ലാം കൃത്യം തന്നെയായിരുന്നു. ഇന്നലെ വായിച്ച എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെ അവിടെ കാണപ്പെട്ടു. ഇതിൽ നിന്നും ലൊറീന മനസ്സിലാക്കിയെടുത്തത് അവർ ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് മറ്റൊരു പാരലൽ ലോകത്താണ് എന്നാണ്. ഒരു ബ്ലോഗിൽ അവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അവർ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഇമെയിൽ ഐഡിയും ഉൾപ്പെടെ. അവർ പറയുന്നു, പാരലൽ യൂണിവേഴ്സ് എന്നത് കാഴ്ചയിൽ വ്യത്യസ്തമായ ഒന്നല്ല എന്ന്. എന്നാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു വിഷയം പോലും നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കാം എന്ന്. ബീറ്റിൽസ് എന്ന മ്യൂസിക് ബാൻഡിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല.
ഒരുപാട് മ്യൂസിക് ആൽബങ്ങൾ നിർമ്മിച്ച ശേഷം 1970 അവർ തങ്ങളുടെ ബാൻഡ് പിരിച്ചുവിടുകയായിരുന്നു. അതിനും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2009 നമ്മുടെ കഥ നടക്കുന്നത്. 2009 ജെയിംസ് റിച്ചാർഡ് എന്ന വ്യക്തി കാലിഫോർണിയയിലെ ടർലോക്ക് എന്ന സ്ഥലത്തു നിന്നും ലിവർമോറിലേക്ക് വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്റെ നായയും ഉണ്ടായിരുന്നു. യാത്രാമധ്യേ വിശ്രമിക്കാനായി അവരൊരു സ്ഥലത്ത് വാഹനം നിർത്തി. അവിടെ വെച്ച് എന്തിനെയോ കണ്ട് അദ്ദേഹത്തിന്റെ നായ അതിന് പിറകിലൂടെ. നായയെ പിന്തുടർന്ന് ജെയിംസും. അല്പനേരം കഴിഞ്ഞ് എന്തോ മയക്കം പോലെ തോന്നിയ ജെയിംസ് ആ വഴിയിൽ കിടന്നുറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ അയാൾ കണ്ടത് അയാളുടെ തൊട്ടടുത്ത് അപരിചിതമായ ഒരു മെഷീനായിരുന്നു. അതോടൊപ്പം ജോനാസ് എന്നൊരു വ്യക്തിയെയും. അബോധാവസ്ഥയിൽ വഴിയിൽ കിടന്ന ജെയിംസിനെ അയാളായിരുന്നു മാറ്റിക്കിടത്തിയത്. ജോനാസ് സ്വയം പരിചയപ്പെടുത്തിയത് അയാൾ ഒരു ഇന്റർ ഡയമെൻഷണൽ ട്രാവൽ ഏജൻസിയുടെ അംഗമാണ് എന്നാണ്. അയാൾ വരുന്നത് മറ്റൊരു പാരലൽ യൂണിവേഴ്സിൽ നിന്നും. എന്നാൽ ജെയിംസിന് അത് അവിശ്വസനീയമായ വിഷയമായിരുന്നു. എങ്കിലും അവർ പല വിഷയങ്ങളെക്കുറിച്ചും അവിടെ ചർച്ച ചെയ്തു. ഏറ്റവും അത്ഭുതമായി ജെയിംസിന് തോന്നിയത് ജോനാസിന്റെ പാരലൽ യൂണിവേഴ്സിലും ബീറ്റിൽസ് എന്നൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട് എന്നതായിരുന്നു. പക്ഷേ അവർ വേർപിരിയാതെ ഇപ്പോഴും പാട്ടുകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നും ജോനാസ് പറഞ്ഞു. ജോനാസ് പോകുന്നതിന് മുമ്പ് ജെയിംസിന് അവരുടെ യൂണിവേഴ്സിലെ ബീറ്റിൽസ് എന്ന ബാൻഡ് നിർമ്മിച്ച ഒരു മ്യൂസിക് കാസറ്റ് നൽകി. എവരിഡേ കെമിസ്ട്രി എന്നായിരുന്നു ആ ടേപ്പിന്റെ പേര്. തിരിച്ച് ലിവർമോറിലേക്ക് എത്തിയ ജെയിംസ് ബീറ്റിൽസ് നെവർ ബ്രോക്കപ്പ് എന്ന വെബ്സൈറ്റ് നിർമ്മിച്ച് അതിലേക്ക് ആ ടേപ്പിലെ പാട്ടുകൾ അപ്ലോഡ് ചെയ്തു. ഇന്നും എവരിഡേ കെമിസ്ട്രി എന്ന മ്യൂസിക് ആൽബം ഇന്റർനെറ്റിൽ ലഭ്യമാണ്. 1970 നമ്മുടെ യൂണിവേഴ്സിൽ വേർപിരിഞ്ഞ ദ ബീറ്റിൽസ് എന്ന മ്യൂസിക് ബാൻഡ് മറ്റൊരു യൂണിവേഴ്സിൽ നിർമ്മിച്ച 11 പാട്ടുകളുള്ള ഒരു മ്യൂസിക് ആൽബം. ഇതൊരു തട്ടിപ്പാണ് എന്നും ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നും ഒരുപാട് ആർട്ടിക്കിളുകൾ നമുക്ക് ഇന്റർനെറ്റിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇതൊരു സത്യമാണ് എന്ന് തെളിയിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ഇതൊരു തട്ടിപ്പാണ് എന്നതും വ്യക്തമായി വിശദീകരിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. നവേഡ സ്റ്റേറ്റ് ലൈൻ. ഇരുഭാഗത്തും മരുഭൂമികൾ പോലെയുള്ള കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ഒരു റോഡ്. വിജനമായ ആ റോഡിലൂടെ 6 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് അവർക്ക് ചുറ്റും ഇരുട്ടുപോലെ അവർക്ക് തോന്നി. പിന്നീട് അവർ കണ്ടത് അതുവരെ അവർ കണ്ട കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ ചില കാഴ്ചകളായിരുന്നു. അതുവരെ അവർ സഞ്ചരിച്ച റോഡിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു റോഡിലൂടെയായിരുന്നു അവർ പിന്നീട് സഞ്ചരിച്ചത്. ഒരു ഭാഗത്ത് മുഴുവൻ ഒരു വയലും മറുഭാഗത്ത് ഒരു വലിയ പുഴയുമായിരുന്നു അവർ കണ്ടത്. യു ടേൺ എടുക്കാൻ വേണ്ടി അവർ വണ്ടി തിരിച്ചു. അവിടെ അവർ കണ്ടത് വലിയ കെട്ടിടങ്ങളും അപരിചിതമായ ഭാഷയിൽ എഴുതിയ നിയോൺ ബോർഡുകളുമായിരുന്നു. അവർ റോഡരികിൽ വാഹനം ഒതുക്കി. റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളെ അവർ ശ്രദ്ധിച്ചു. അതുവരെ കാണാത്ത അപരിചിതമായ വാഹനങ്ങളായിരുന്നു അത്. അത് കണ്ട് ഭയന്ന് അവർ അവരുടെ വാഹനം അതിവേഗത്തിൽ മുമ്പോട്ട് കുതിച്ചു. കുറെ നേരത്തിന് ശേഷം അവർ വീണ്ടും നവേഡ സ്റ്റേറ്റ് ലൈനിലെത്തി എന്നവർക്ക് തോന്നിയപ്പോൾ അവർ മെല്ലെ വാഹനം ഒതുക്കി. അല്പം മുമ്പ് അവർ കണ്ട നഗരവും വ്യത്യസ്തങ്ങളായ വാഹനങ്ങളും ഇന്നും ഉത്തരമില്ലാത്ത അത്ഭുതങ്ങളാണ്. പാരലൽ യൂണിവേഴ്സ് എന്നത് ഇന്നും ശാസ്ത്രം പൂർണ്ണമായി അംഗീകരിക്കാത്ത ഒരു സങ്കല്പം തന്നെയാണ്. നമുക്കിടയ്ക്ക് തോന്നാവുന്ന ദേജാവു, ജമായു തുടങ്ങിയ അവസ്ഥകളെല്ലാം ചിലപ്പോൾ പാരലൽ യൂണിവേഴ്സിന്റെ തെളിവുകളായിരിക്കും. അതായത് നമ്മൾ ആദ്യമായി കാണുന്ന ഒരു വസ്തു ഇതിനു മുമ്പേ എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട് എന്ന തോന്നൽ. അതല്ല എങ്കിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ആദ്യമായി കാണുകയാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇതെല്ലാം ചിലപ്പോൾ പാരലൽ യൂണിവേഴ്സിന്റെ തെളിവുകളായേക്കാം. നമ്മളെപ്പോലെ കോടിക്കണക്കിന് നമ്മൾ മറ്റെവിടേക്കോ ജീവിച്ചു തീർക്കുകയാണ് എന്ന തോന്നൽ അതൊരു രസകരമായ ചിന്ത തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ